എൻ്റെ പൊന്നോ! അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്, സൂപ്പർ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങൾ ചിക്കനൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ലൊരു കുറുകിയ ഒരു ചിക്കൻ റോസ്റ്റെന്നോ ചിക്കൻ കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പ് ചട്ടിയാണ്. ആ ഇരുമ്പ് ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റുക. മീഡിയത്തിൽ ലോ മാറ്റിയിട്ട് ഒരു 1.5 ടീസ്പൂണ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടാക്കിയെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, എരിവിന് ആവശ്യമായത്, കളറിന് ആവശ്യമായത്. അതും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഏറ്റവും ലോയിലായിരിക്കണം ഫ്ലെയിം വെക്കേണ്ടത്. ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ ചട്ടി തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള കുനുകുനാന്നരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഒരു ചെറിയൊരു കളറ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതും കൂടെ ചേർത്ത് ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള ഒരു നേരിയ ഒരു സ്വർണ്ണ കളറായിട്ട് മാറും. അപ്പം ആ ഒരു ടൈം വരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ സവാള ലോ ടു മീഡിയത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാൽ കിലോ കിലോൻ്റെ ഒരു ഇടയിലാണ് ചിക്കൻ വരുന്നത്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഉപ്പിടാനായിട്ട് മറന്നു പോകരുത്. ഞാൻ ഉപ്പിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അടച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ സവാളയുടെയും ചിക്കൻ്റെയും ഒക്കെ വെള്ളമൊക്കെ ഒന്ന് ഊറിയിട്ട് കറി പാകത്തിന് വരും കണ്ടോ. ഇപ്പം ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അത് തികച്ചും ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയോ കറിവേപ്പിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ വാരി വിതറിക്കും, ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നമ്മുടെ പരുവത്തിനായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അരിപ്പത്തിരിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.